ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസ്റ്റിക് പ്രാക്ടീസസ് എന്ന് പറയുന്ന കോംപ്ലിമെൻ്ററി പേപ്പറിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് റിപ്പോർട്ടിംഗ് പ്രാക്ടീസസ്. റിപ്പോർട്ടിംഗ് പ്രാക്ടീസസിൽ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. Investigative journalism is a form of journalism where reporters deeply investigate a single topic of public interest, often conveying hidden information or exposing റോങ് ഡൂയിങ് എന്നുള്ളതാണ്. അതായത് തെറ്റായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അൺകവറിങ് ആയിട്ടുള്ള ഹിഡൻ ഇൻഫർമേഷൻ, അതായത് പുറത്തു വരാത്ത രഹസ്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയം, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ജനങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത്. This type of reporting usually involves extensive research, interviews, document analysis and sometimes undercover work to reveal the truth എന്നുള്ളതാണ്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊരു സത്യം തിരിച്ചറിയുന്നതിന് അല്ലെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള കാര്യമെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മൾ ഒളിവിൽ നിന്നുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. പല ആളുകളുടെ കയ്യിൽ നിന്നും ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുക, ഒരു വിഷയത്തെക്കുറിച്ച് റിസർച്ചുകൾ നടത്തുക, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റുകൾ അനലൈസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ ഇന്ദ്രജിത്ത് സുകുമാരൻ എന്ന് പറയുന്ന ക്യാരക്ടർ എബ്രഹാം ഖുറേഷിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് നടത്തിയിട്ടുള്ള എൻ്റെ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സീനുണ്ട്. അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിപ്പോർട്ടിംഗ് നടത്താൻ പറ്റും. പക്ഷേ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവന് തന്നെ ഇതൊരു ഭീഷണിയായിട്ട് മാറാനും സാധ്യതകളുണ്ട്. ഇറ്റ് ഓഫൻ ഫോക്കസ് ഓൺ കറപ്ഷൻ, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഓർ ഇഷ്യൂസ് ദാറ്റ് ആർ ബീയിങ് ഡെലിബറേറ്റ്ലി ക്യാപ്റ്റ് ഫ്രം ദ പബ്ലിക്. അതായത് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾ അറിയാതെ തന്നെ അഴിമതികൾ നടക്കുന്നു, ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ, കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഇത് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. 1977 1977 എമർജൻസി പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല കുറച്ച് ആളുകൾ പലപ്പോഴും പറയാറുണ്ട് എന്താണ്, ഇന്ത്യയിൽ ഒരു റിയൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്, അതിന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അരുൺ ഷൂരിയാണ് എന്നും പറയാറുണ്ട്. അടുത്തത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറേ എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് എക്സാമ്പിൾസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബഫേഴ്സ് സ്കാൻഡൽ എന്ന് പറയുന്ന 1980s നടക്കുന്നതാണ് കേട്ടോ. ബഫേഴ്സ് സ്കാൻഡൽ എന്ന് പറയും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ബഫേഴ്സ് സ്കാൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വീഡിഷ് ആയിട്ടുള്ള ഒരു വെപ്പൺസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്. അതാണ് ബൊഫേഴ്സ് എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത്. ഈ ബൊഫേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഹോഫിസ്റ്റർ എന്ന് പറയുന്ന ഗണ്ണുകൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. ഈ മേടിക്കുന്ന സമയത്ത് ഇന്ത്യയിലുള്ള രാഷ്ട്രീയക്കാർ, പൊളിറ്റീഷ്യൻസ്, അതുപോലെ തന്നെ ഡിഫൻസ് ഒഫീഷ്യൽസ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ കിക്ക് ബാക്സുകൾ വെച്ച് കഴിഞ്ഞാൽ കൈക്കൂലി മേടിക്കുന്നുണ്ട്. ഈ കൈക്കൂലി മേടിക്കുന്നതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഈ കൈക്കൂലി മേടിച്ചു എന്ന് അറിയുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നു. അതാണ് പിന്നീട് ബഫേഴ്സ് സ്കാൻഡൽ എന്ന് പറയുന്ന വലിയൊരു അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് സാഹചര്യമായിട്ടുള്ളത്. മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിനെ തന്നെ ഭയങ്കരമായിട്ട് ഷൂക്ക് ചെയ്യുന്നു, അതായത് ഇളക്കി എന്നാണ് പറയുന്നത്. മാത്രമല്ല രാജീവ് ഗാന്ധി ഗവൺമെൻറ്, അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിനെ തന്നെ അതിൻ്റെ പതനത്തിലേക്ക് അല്ലെങ്കിൽ അത് ഇല്ലാതാവുന്നതിന് വരെ, ആ ഗവൺമെൻറ് രാജിവെക്കുന്നതിന് വരെ ഇത് കാരണമായി. മാത്രമല്ല ചിത്ര സുബ്രഹ്മണ്യം ദുലയ്യ എന്ന് പറയുന്ന 1958 ഏപ്രിൽ 5 ജനിച്ചിട്ടുള്ള ചിത്ര സുബ്രഹ്മണ്യം ദുലയ്യ എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബഫേഴ്സ് സ്കാൻഡലിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, തുറന്ന് കാട്ടുന്നത്, അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു, രാജീവ് ഗാന്ധി വരെ ഇലക്ഷനിൽ തോൽക്കുന്നതിന് വരെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന മറ്റൊരു സ്കാമാണ് 2G സ്പെക്ട്രം എന്ന് പറയുന്നത് കേട്ടോ. 2G നമുക്കറിയാം, 2G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഞ്ച് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്, അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ 2G അതിന് എന്ത് ചെയ്യുന്നു, ലൈസൻസുകൾ 2G ടെലികോം സ്പെക്ട്രത്തിനൊക്കെ ലൈസൻസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ലൈസൻസിനൊക്കെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് എന്ത് ചെയ്യുന്നു, ലൈസൻസുകൾ കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരായിട്ടൊരു അന്വേഷണം നടക്കുകയും അത് ഇന്ത്യയുടെ ഖജനാവിനെ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ വളരെ സിമ്പിൾ തുകയല്ല, ഏകദേശം ലക്ഷം കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 2G സ്പെക്ട്രം കേസിൽ എന്ത് ചെയ്യുന്നത്,
വരുന്നത്. ഏകദേശം 1.76 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് എന്ത് ചെയ്യുന്നത് 2G സ്പെക്ട്രം പരമായിട്ട് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ നടക്കുന്നത്. ഇത് പിന്നീട് കൊണ്ടുവരുന്നത് ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ്. ദ പയനിയർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിലാണ് ഈ 2G സ്പെക്ട്രം കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യം വരുന്നത്. പിന്നീട് രാംനാഥ് ഗോങ്കെ ജേർണലിസ്റ്റ് അവാർഡുകൾ 2009 അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്താണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാച്ച് ഡോഗ് ജേർണലിസം എന്നുള്ളതാണ്. വാച്ച് ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവൽ നായ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്, ഇന്ത്യയിൽ എന്തെങ്കിലും നമ്മളുടെ നാടുകളിൽ എന്തെങ്കിലും അഴിമതികൾ നടക്കുന്നുണ്ടോ, ആരെങ്കിലും ക്രമക്കേടുകൾ കാണിക്കുന്നുണ്ടോ, കറപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുന്ന ഒരു വാച്ച് ഡോഗ് ജേർണലിസം കൂടിയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത്. എക്സ്പോസിങ് ഹൗ ലോസ് ആൻഡ് റെഗുലേഷൻസ് ആർ വയലേറ്റഡ് എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. അതായത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ നിയമങ്ങളും റെഗുലേഷൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഇതിലൂടെ എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഹോൾഡിംഗ് പവർ അക്കൗണ്ടബിൾ എന്നുള്ളതാണ്. ഹോൾഡിംഗ് പവർ അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ശക്തരായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു, പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അതായത് അവരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ജോലി ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം സഹായിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, ഏതെങ്കിലും വിധത്തിൽ അഴിമതി ചെയ്ത് കഴിഞ്ഞാൽ പത്രങ്ങളിലൂടെ ഇത് പുറത്തു വരും എന്ന് പറയുന്ന പേടി അവർക്ക് ഉള്ളതുകൊണ്ട്. അടുത്തത് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നുള്ളതാണ്. സ്റ്റിംഗ് ഓപ്പറേഷൻ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. എ സ്റ്റിംഗ് ഓപ്പറേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വെർ റിപ്പോർട്ടേഴ്സ് യൂസ് അണ്ടർ കവർ മെത്തേഡ് ടു എക്സ്പോസ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, കറപ്ഷൻ ഓർ അൺഎത്തിക്കൽ ബിഹേവിയർ. അതായത് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ടർ അയാൾ അണ്ടർ കവറിൽ, അതായത് ഒളിച്ചിരുന്നു കൊണ്ട് വാർത്തകൾ, ഡാറ്റാസ്, കാര്യങ്ങളൊക്കെ ശേഖരിക്കുക. എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, കറപ്ഷൻസ്, അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ തുടങ്ങിയിട്ടുള്ള അഴിമതികൾ തുടങ്ങിയുള്ള അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ജനങ്ങളുടെ ഇടയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അണ്ടർ കവറിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഓഫൻ ഇൻവോൾവ്സ് സീക്രട്ട്ലി റെക്കോർഡിംഗ് കോൺവെർസേഷൻസ് ഓർ ആക്ഷൻസ് ടു ഗ്യാദർ എവിഡൻസ് ഓഫ് റോങ് ഡൂയിങ് എന്നുള്ളതാണ്. അതായത് ഇവരെന്ത് ചെയ്യും, സീക്രട്ടായിട്ട്, വളരെ സീക്രട്ടായിട്ട് നമ്മളുടെ സംസാരിക്കുന്ന കോൺവെർസേഷൻസോ അല്ലെങ്കിൽ നമ്മളെ ആക്ഷൻസ്, നമ്മളെന്തെങ്കിലും ചെയ്യുന്ന കൃത്യങ്ങൾ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും. ഓഡിയോ വീഡിയോ തുടങ്ങിയുള്ള പരമായിട്ട് ഇവർ റെക്കോർഡ് ചെയ്യും. ഇതെന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുകളാണ്. നമ്മളൊരു കുറ്റകൃത്യം ചെയ്യുന്നു എന്നതിനുള്ള തെളിവുകളാണ്. Sting operations are controversial because they may involve deception, but they can reveal hidden truth that are otherwise difficult to uncover എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും, ഭയങ്കര വിവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്താണെന്നറിയാം, ഇതിൽ ഡിസെപ്ഷൻ ഉണ്ടായിരിക്കും, ഒരു വഞ്ചനകൾ മേ ബി ഇതിൽ വരാം. അതായത് എന്നെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ചെയ്തതാണെന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയൊക്കെ വരാം. പക്ഷേ എന്നിരുന്നാലും എന്ത് ചെയ്യാം, ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഹിഡൻ ട്രൂത്തിനെ റിവീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ക്രൈം റിപ്പോർട്ടിംഗ് ആണ്. Crime reporting is a specialized form of journalism that focuses on covering criminal activities, investigation, trials and the justice system. അതായത് ക്രൈം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻസ്, അല്ലെങ്കിൽ ജയിലിലുള്ള അല്ലെങ്കിൽ കോടതി നടപടികൾ തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്രൈം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇൻഫോമിങ് ദ പബ്ലിക് അബൌട്ട് ക്രൈം ഇൻ സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയിൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാർത്തകളൊക്കെ എത്തിക്കുന്നത് ക്രൈം റിപ്പോർട്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സൊസൈറ്റിയിൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള റോള്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കൂടി ആയിരിക്കുന്നുണ്ട് ഒരു ക്രൈം റിപ്പോർട്ടേഴ്സിനുണ്ട്. എൻഷുറിങ് ട്രാൻസ്പെറൻസി ഇൻ ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഹോൾഡിംഗ് അതോറിറ്റീസ് അക്കൗണ്ടബിൾ എന്നുള്ളതാണ്. എൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും എന്ത് ഉറപ്പുവരുത്തണം, അതായത് ഒരു സുതാര്യത, ഒരു ട്രാൻസ്പെറൻസി എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണം ജനങ്ങളുടെ ഇടയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും കീ സ്റ്റെപ്സ് ഇൻ റിപ്പോർട്ടിംഗ് എ ക്രൈം എന്നുള്ളതാണ്. ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, ഒന്നാമത്തെ ഗ്യാതറിങ് ഇൻഫർമേഷൻസ് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരു ക്രൈം നടന്നു എന്ന് കരുതുക. ആ ക്രൈം നടക്കുന്ന സ്ഥലത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു,
അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പോകുന്നു. ആ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പോകുമ്പോൾ ഓൾറെഡി ആ ഇവൻ്റ് നടന്നു കഴിഞ്ഞു. കാരണം നിങ്ങളൊരു ക്രൈം നടന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നിങ്ങൾ ചെയ്യാനുള്ളത്? ഒന്നാമത്തെ ഗ്യാതറിങ് ഇൻഫർമേഷൻസ് എന്നുള്ളതാണ്. ഗ്യാതറിങ് ഇൻഫർമേഷനിൽ വരുന്നത് ഒന്നാമത്തത് ഐഡൻറ്റിഫൈ ദ ക്രൈം. എന്താണ് സംഗതി, എന്താണ് നടന്നത്, എന്താണ് കുറ്റം, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും തെഫ്റ്റുകളാണോ, അല്ലെങ്കിൽ ഒരാൾ കൊന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പിടിച്ചു പറയുകയാണോ, മോഷണമാണോ തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ കളക്ട് ഫാക്റ്റ് എന്നുള്ളതാണ്. കളക്ട് ഫാക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്യാദർ ബേസിക് ഡീറ്റെയിൽസ് സച്ച് ആസ് ഹൂ വാസ് ഇൻവോൾവ്ഡ്. ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, ആരെല്ലാമാണ് ഈ ക്രൈമിൽ അടങ്ങിയിട്ടുള്ളത്, വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുണ്ടോ, സസ്പെക്റ്റുകളുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അടുത്തത് വിറ്റ്നസ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. വിറ്റ്നസ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആരെങ്കിലും ദൃക്സാക്ഷികൾ ഉണ്ടായിരിക്കും, അവരെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂ നടത്തുക. അതായത് അവരുടെ പെർസ്പെക്റ്റീവുകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് സംശയങ്ങൾ, അവർക്ക് എന്താണ് പറയാനുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കുക. ഇത്രയും സ്റ്റേജുകളാണ് ഗ്യാതറിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്യാനുള്ളത്. അടുത്തത് വെരിഫൈ ഫാക്റ്റുകൾ എന്നുള്ളതാണ്. നമ്മൾ ഗ്യാതറിങ് ഇൻഫർമേഷൻസ്, നമ്മൾ കുറേ വിവരങ്ങൾ ശേഖരിച്ചു, അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വെരിഫൈ ഫാക്റ്റുകൾ എന്ന് പറയുന്നത്. അതിലൊന്നാമത്താണ് ചെക്ക് സോഴ്സസ് എന്ന് പറയും. സോഴ്സുകൾ ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് കിട്ടിയുള്ള വിവരങ്ങൾ ശരിയായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും ശരിയായിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്നുമാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പരിശോധിക്കണം. അല്ലെങ്കിൽ ഇൻ കേസ് പരിശോധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി ആ ക്രൈം റിപ്പോർട്ടിങ് ഫെയിലർ ആവാനുള്ള എന്ത് ചെയ്യണം, സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല പോലീസുകാരുടെ റിപ്പോർട്ടുകൾ, മാത്രമല്ല ഈ വിറ്റ്നസ്സുകളുടെ റിപ്പോർട്ടുകൾ, ഇതെല്ലാം ശരിയാണോ എന്ന് റീചെക്ക് ചെയ്യണം. അടുത്തത് അവോയ്ഡ് സ്പെക്കുലേഷൻസ് എന്നുള്ളതാണ്. അവോയ്ഡ് സ്പെക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്റ്റിക്ക് ടു ദ ഫാക്റ്റ് ആൻഡ് അവോയ്ഡ് മേക്കിംഗ് അസംഷൻ ഓർ സ്പ്രെഡിങ് റൂമേഴ്സ്. ഒരു കാരണവശാലും റൂമേഴ്സോ അല്ലെങ്കിൽ അസംഷൻസോ പാടില്ല. നിങ്ങൾക്കൊരു ഊഹം ഉണ്ടായിരിക്കും, ഒരു അസംഷൻ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അല്ല എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അടുത്തത് എൻഗേജ് ലോ എൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് എൻഗേജ് ലോ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്ട് പോലീസ്. ആദ്യം പോലീസിനെ വിളിക്കുക. പോലീസുകാർക്ക് ചിലപ്പോൾ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ക്രൈമിൻ്റെ വിറ്റ്നസ്സുകൾ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റുകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് പോലീസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇഫ് ദ ക്രൈം ഈസ് റീസൺ എൻഷുർ ദാറ്റ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഈസ് ഇൻവോൾവ്ഡ്. പോലീസുകാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ആൻഡ് ദേ ക്യാൻ പ്രൊവൈഡ് ഒഫീഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് മേ റിലീസ് സ്റ്റേറ്റ്മെൻറ്റ് ടു ദ മീഡിയ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷൻസും തരാൻ പറ്റും. മീഡിയാസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ, പത്രക്കാർക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തരാൻ പോലീസുകാരെ കൊണ്ട് സാധിക്കും. ആൻഡ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിൽ കൊണ്ടുപോയി എന്ന് കരുതുക, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു, കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുന്നു എന്ന് കരുതുക, പിന്നെ റിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഏതൊക്കെ വകുപ്പുകളാണ് ആ ക്രൈമിന് ചുമത്തിയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. അടുത്ത പോയിൻ്റാണ് റിപ്പോർട്ട് റെസ്പോൺസിബിളി എന്നുള്ളതാണ്. നല്ല ചുമതലയോട് കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഒരു വാർത്ത എന്ത് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ യൂസ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്നുള്ളതാണ്. സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഷകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. ബി മൈൻഡ്ഫുൾ ഓഫ് ഹൗ ദ സ്റ്റോറി ഈസ് പ്രസൻറ്റഡ് എസ്പെഷ്യലി വെൻ ഡിസ്കസിങ് വിക്ടിം ഓർ സെൻസിറ്റീവ് സിറ്റുവേഷൻ, അവോയ്ഡിങ് സെൻസേഷണലിസം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വിക്ടിമിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അടുത്തെന്താണ്, റിപ്പോർട്ട് പ്രൈവസി എന്നുള്ളതാണ്. പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ചില ആളുകൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു തെളിവുകൾ ഹാജരാക്കാം. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം, അയാളുടെ പേരുകൾ പറയാതിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രായപൂർത്തിയാവാത്ത ആളുകളുണ്ടായിരിക്കും, അപ്പോൾ സ്വാഭാവികമായിട്ടും മൈനേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, ഇവരുടെ പേരുകളും മറ്റു കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതിരിക്കുക. അങ്ങനത്തെ റെസ്പെക്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള പ്രൈവസികൾ അതിനൊക്കെ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അടുത്തത് കോണ്ടെക്സ്ച്വലൈസ് ദ ക്രൈം എന്നുള്ളതാണ്. കോണ്ടെക്സ്ച്വലൈസ് ദ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രൈമിനെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വിവരം നൽകുക എന്നുള്ളതാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റേജിൽ പറയുന്നത്.
അതായത് ഫസ്റ്റത്തെ പോയിന്റ് എന്താ, പ്രൊവൈഡ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൊവൈഡ് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് കൊടുക്കുന്നത്, അതായത് ഓഫർ കോണ്ടെക്സ്റ്റ് അബൌട്ട് ദ ക്രൈം സച്ച് ആസ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രീവിയസ് ഇൻസിഡൻറ്റ് ഇൻ ദ ഏരിയ ഓർ കമ്മ്യൂണിറ്റി റിയാക്ഷൻസ് എന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥിതി വിവരണ കണക്കുകൾ നൽകുക. അതായത് ആ പ്രദേശങ്ങളിൽ മുമ്പ് എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെയുള്ള കമ്മ്യൂണിറ്റിക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണ്, ഇങ്ങനത്തെ ഉള്ള അവരുടെ റിയാക്ഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള റീഡേഴ്സിന് സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി മനസ്സിലാവാനുള്ള അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അടുത്തത് ഹൈലൈറ്റ് കമ്മ്യൂണിറ്റി ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു ക്രൈം എങ്ങനെയാണ് അതായത് നിങ്ങളൊരു ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്രൈം എങ്ങനെ നമ്മളുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സേഫ്റ്റി കൺസേണുകളും എന്ത് ചെയ്യണം, ഇതിൽ പരിഗണിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഫോളോ എത്തിക്കൽ ഗൈഡ് ലൈൻസ് എന്നുള്ളതാണ്. ഫോളോ എത്തിക്കൽ ഗൈഡ് ലൈൻസ്, ഒരു എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിൽ പറയുന്നത്. അതായത് ഒന്നാമത്തെ പോയിൻ്റ് എന്താ, മെയിൻറ്റെയിൻ ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളതാണ്. റിപ്പോർട്ട് ദ ഫാക്ട് വിത്തൗട്ട് പേഴ്സണൽ ബയാസ്, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തിപരമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തത് എന്താണ്, ബാലൻസ് പബ്ലിക് ഇൻട്രസ്റ്റ് വിത്ത് സെൻസിറ്റിവിറ്റി എന്നുള്ളതാണ്. അതായത് പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റുകൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന് അറിയണമെന്നുണ്ടായിരിക്കും, പക്ഷേ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളോടും മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.